ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മരണപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിന് തങ്ങളുടെ പ്രധാനമന്ത്രി മരണപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അവർ ഇന്നലെയും ഒരു വീഡിയോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ വീഡിയോയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒരു കഫയുടെ ഉള്ളിൽ നിന്ന് കോഫി കുടിക്കുന്ന ഒരു വീഡിയോയാണ്. ഹീബ്രു ലാംഗ്വേജിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ കോഫിക്കായി മരിക്കുകയാണ്, എനിക്ക് 10 വിരലുകളുമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിഹാസ രൂപേണയുള്ള ഒരു വീഡിയോ ആണ്. തനിക്ക് കോഫി അത്രമേൽ ഇഷ്ടമാണ് എന്ന തരത്തിലാണ് ഞാൻ കോഫിക്കായി മരിക്കുക എന്നൊക്കെയുള്ള ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ക്യാമറയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ 10 വിരലുകളും എണ്ണി കാണിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ വീഡിയോ വന്നതിന് ശേഷവും പല ആളുകളും അല്ലെങ്കിൽ പല പേജുകളും സോഷ്യൽ മീഡിയക്കകത്ത് പറയുന്നത് നെതന്യാഹുവിന്റെ ഒരു AI വീഡിയോ ആണ് ഇത് എന്നാണ്. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാകുമോ? നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു ഫാക്ട് ചെക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു മരണപ്പെട്ടു എന്നതിന് യാതൊരു എവിഡൻസും ഇല്ല. എന്ന് വെച്ചാൽ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ തൽക്കാലം വസ്തുതാപരമാണെന്ന് എവിടെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എവിടെയും അദ്ദേഹം മരണപ്പെട്ടു എന്നതിന് യാതൊരു തെളിവും നമ്മുടെ മുമ്പിലില്ല. നിങ്ങൾ ഒരുപക്ഷെ പല ഇമേജുകളും കണ്ടു കാണും, പല വീഡിയോകളും കണ്ടു കാണും. പലതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോകളാണ്. അതായത് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതായിട്ടൊക്കെ. അതായത് നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ എവിടെയും അദ്ദേഹം മരണപ്പെട്ടു എന്നതിന് ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്ഥിരീകരണമോ അത് ശരിവയ്ക്കുന്ന ഔദ്യോഗികമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്ന ട്രസ്റ്റബിൾ സോഴ്സിലുള്ള യാതൊരു ഇമേജോ ഇല്ല. സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നതും വാട്സപ്പിൽ പ്രചരിക്കുന്നതും ഒക്കെ തന്നെ വ്യാജമായ കാര്യങ്ങളാണ്. പക്ഷേ ചില സംശയങ്ങളുണ്ട്. ഒന്ന്, നെതന്യാഹുവിന്റെ ആദ്യം വന്ന വീഡിയോ തന്നെ 6 വിരലുകൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ. AI ഇമേജസും വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് കണക്ട് ആവും. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള AI അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അതായത് ചിലപ്പോൾ 2 കാലുള്ള മനുഷ്യന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 കാലൊക്കെ കാണും. പലപ്പോഴും ഇമേജുകളിൽ വിരലുകളുടെ എണ്ണം കൂടാം, ചിലപ്പോൾ കണ്ണുകളുടെ എണ്ണം കൂടാം. എഐക്ക് പലപ്പോഴും തെറ്റുകൾ പറ്റും. AI ഇപ്പോഴും അതിൻ്റെ ശൈശവ കാലത്താണ്, നടന്ന് പഠിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് വീഴും ഇടയ്ക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നെതന്യാഹുവിൻ്റെ ആദ്യത്തെ വീഡിയോ, അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കാനായിട്ട് വന്ന ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് സംശയങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ നോക്കിയാൽ മതി. നെതന്യാഹുവിനെ നമ്മൾ ഈ അടുത്തിടെയും കണ്ടതാണ്. നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും ചർച്ചകളിലും യോഗങ്ങളിലുമൊക്കെ നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ്. പക്ഷെ നെതന്യാഹുവിൻ്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ, ഇപ്പോൾ ആദ്യം വന്ന വീഡിയോ ആണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത വന്നതിന് ശേഷം ആദ്യം വന്ന വീഡിയോ, ആ വീഡിയോ കാണുമ്പോൾ അദ്ദേഹം കുറെ കൂടെ പ്രായം കുറഞ്ഞ പോലെയൊക്കെ തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ്, അതിന് തൊട്ടു മുന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമായിട്ട് എവിടെയോ ചില പൊരുത്തക്കേടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു AI വീഡിയോ ആയിരിക്കാം അത് എന്ന സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഒരു പക്ഷേ ഒരു 30 to 40% പോസിബിലിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. അതൊരു ചെറിയ കാര്യമല്ല. അത് കഴിഞ്ഞിട്ട് നെതന്യാഹുവിൻ്റെ രണ്ടാമത്തെ ഒരു വീഡിയോ, ഈ വീഡിയോയ്ക്കകത്ത് പലരും ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്ന്, അദ്ദേഹം കോഫി കുടിക്കുന്നുണ്ടല്ലോ. കോഫി കുടിക്കുന്ന സമയത്ത് അദ്ദേഹം ആ കപ്പ് കയ്യിലെടുക്കുന്ന സമയം തൊട്ട് നോക്കിയാൽ അതായത് നിറഞ്ഞിരിക്കുകയാണ് കോഫി. ഒരു 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 ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ് കൊണ്ട് പോലും അത് തറയിലേക്ക് തുളുമ്പി പോകാവുന്ന അത്രയും നിറഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹം എടുത്ത് സിപ്പ് ചെയ്തതിന് ശേഷവും അതിൽ യാതൊരു കുറവും, ആ കോഫിയിൽ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മൾ കോഫി കുടിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻസ്, അത് നമ്മൾ കുടിച്ചിറക്കുമ്പോൾ ഉണ്ടാവുന്ന ചില സ്വാഭാവികമായി മനുഷ്യരിൽ ഉണ്ടാവുന്ന ചലനങ്ങൾ, അതുപോലെ കപ്പിൽ കോഫിയല്ലേ കുടിച്ചത്, അത് പതഞ്ഞിരിക്കുന്ന കോഫിയാണ്. കപ്പിന്റെ വശങ്ങളിലൊക്കെ ഒന്നും ഒരു അത് ഇരിക്കുന്ന പൊസിഷനിൽ ഒരു വ്യത്യാസം വരണമല്ലോ. സ്വാഭാവികമായിട്ട് നിങ്ങളൊരു കപ്പിൽ ഒരു നിറയെ കോഫി എടുത്ത് കുടിച്ചു നോക്കൂ. ആ കോഫി നിങ്ങൾ കുടിക്കുന്ന സമയത്ത് കപ്പിന്റെ അഗ്രങ്ങളിൽ അത് പറ്റിയിട്ടുണ്ടാവണം. നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഇരിക്കുന്ന അതേ ഷേപ്പിൽ ഒരു മാറ്റവും ഇല്ലാതെ കോഫി എങ്ങനെയാണ് ഉണ്ടാവുക? ഒരിക്കലുമില്ല. മാറ്റം വരും കുടിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതിലൊരു മാറ്റവും വരുന്നില്ല. നെതന്യാഹുവിൻ്റെ കയ്യിൽ കോഫി അദ്ദേഹം വെച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിലൊരു മാറ്റവും വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്കൊക്കെ അദ്ദേഹം കൈയിട്ട് നിൽക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ പലതും എവിടെയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പല മിസ്സിങ് നമുക്ക് ആ വീഡിയോയ്ക്കകത്ത് കാണാം, അനാവശ്യമായ എഡിറ്റുകൾ. അതോടൊപ്പം തന്നെ അകത്ത് നിൽക്കുന്ന ആളുകൾ, അവരുടെ ചലനങ്ങളൊക്കെ തന്നെ തികച്ചും ഒരു AI വീഡിയോ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. നെതന്യാഹുവിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ ഒരേ പൊസിഷനിൽ യാതൊരു മാറ്റവുമില്ലാതെ, രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് അവിടെ വന്ന് നിൽക്കുന്നത്. ഓർക്കേണ്ട കാര്യം, രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരാൾ ചാരി കൈയും കെട്ടി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ലിപ് മൂവ്മെന്റും ചിരിയും എക്സ്പ്രഷൻസും ഒക്കെ ഏതാണ്ട് ഒരേ സാധനം തന്നെ മൾട്ടിപ്പിൾ ടൈംസ്
ആ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണങ്ങളിൽ കാണാം. ഒരേ സാധനം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. നെതന്യാഹു ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാനൊക്കെ പറയുന്ന സമയത്തൊക്കെ ശരിക്കും ശരിക്കും അതൊരു AI ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വന്ന വീഡിയോയ്ക്കകത്തുണ്ട്. മാത്രമല്ല പുറത്തൊരാൾ നിൽക്കുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ അകത്തുനിന്ന് നിൽക്കുകയാണേ, ഗ്ലാസ്സിൽ കൂടി പുറത്തൊരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ ഹാൻഡ് മൂവ്മെന്റ്സ് ഒരേപോലെ തന്നെ, ഒരു ചേഞ്ചും ഇല്ല. മാത്രമല്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഈ AI വീഡിയോകളുടെ ഒരു പോരായ്മയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ ചലിക്കൂ, ബാക്കിയുള്ളവ നിശ്ചലമായിരിക്കും. വളരെ ശ്രദ്ധയോടെ നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാര്യമായ ചലനങ്ങളില്ല. ഈ വീഡിയോയിൽ നെതന്യാഹുവിനെ അല്ലാതെ വേറെ ആരെയും ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടില്ല. മൊത്തത്തിലൊരു ബ്ലർ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കാണുന്നത്. ഇതിന് ശേഷം ഇദ്ദേഹം കോഫി കുടിച്ച ആ ഒരു കോഫി അദ്ദേഹം കുടിച്ച സ്ഥലം ഉണ്ടല്ലോ, ആ കഫേ ഉണ്ടല്ലോ, അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അവർ ചില ഫോട്ടോകൾ പങ്കുവച്ചിട്ടുണ്ട്. സോ അത് ആ ഒരു ഫോട്ടോയും ഇദ്ദേഹം ഈ നമ്മുടെ കോഫി ഷോപ്പിനകത്ത് നിൽക്കുമ്പോഴുള്ള ഫോട്ടോയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. അൺബിലീവബിൾ ആണ്. അതായത് അകത്ത് നിന്ന് എടുത്ത വീഡിയോയിൽ ഉണ്ടായിട്ടുള്ള ആ പോരായ്മകളുണ്ടല്ലോ, ആളുകൾ ചൂണ്ടിക്കാണിച്ച കുറെ കാര്യങ്ങൾ, കോഫി കുടിച്ചതായിട്ട് കാണുന്നില്ല, അതുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ് കണ്ടിട്ട് ഭയങ്കര തിളക്കം തോന്നുന്നു, കുറച്ചുകൂടെ യങ് ആയതുപോലെ തോന്നുന്നു, അദ്ദേഹത്തിന്റെ പുരികത്തിലെ വ്യത്യാസമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും കാണിച്ച കാര്യങ്ങൾ, ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെ വേണ്ട വിധത്തിൽ പരിഹരിച്ചിട്ട് ആ കോഫി ഷോപ്പിൽ നിന്ന് അവർ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടതുപോലെയാണ് തോന്നുന്നത്. അദ്ദേഹം കോഫി കുടിക്കുന്ന ആ ഒരു കൈവിരലുകൾ വെച്ചിട്ടുള്ള ഒരു രീതിയെ അതും ശരിക്കും പറഞ്ഞാൽ വളരെ അൺയൂഷ്വൽ ആയിട്ട് തോന്നുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാന് താക്കീത് കൊടുത്തുകൊണ്ട് നെതന്യാഹു കയ്യിൽ വെള്ളം കുടിക്കുന്ന, കയ്യിൽ ഒരു ഇതുപോലൊരു കപ്പ് പിടിച്ച് വെള്ളം കുടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് അദ്ദേഹം ഫിംഗേഴ്സ് ഇങ്ങനെ 2 തെക്കോട്ടും 2 വടക്കോട്ടും ഒന്നല്ല വെച്ചിട്ടുള്ളത്, അത് പ്രോപ്പറായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നവും അങ്ങനത്തെ ഒരു കീഴ്വഴക്കമുള്ള ഒരാളല്ല. എല്ലായ്പ്പോഴും വിരലുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിരിച്ച് പിടിക്കുന്ന ആളൊന്നുമല്ല. ചേർത്ത് സാധാരണ മനുഷ്യർ പിടിക്കുന്ന പോലെയാണ് കപ്പ് പിടിക്കുന്നത്. പക്ഷെ നെതന്യാഹു ഈ കോഫി ഷോപ്പിനകത്ത് നിൽക്കുന്നതായിട്ടുള്ള വീഡിയോയ്ക്കകത്തും അൺയൂഷ്വൽ ആയിട്ടാണ് ആ വിരലുകൾ കൊണ്ട് കപ്പ് പിടിച്ചിരിക്കുന്നത്. പുറത്തേക്ക് അദ്ദേഹം ഇറങ്ങി നിൽക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ അദ്ദേഹം അകത്ത് നിന്നൊരു ആ വീഡിയോയെ ഒന്ന് നിശ്ചലമാക്കി വെച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അത് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു AI ഇമേജ് ആയിട്ടാണ് പുറത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഇമേജിനെ കണ്ടപ്പോൾ തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ആ ഫിംഗേഴ്സ് ഒക്കെ സെയിം ഒരേപോലെ പിടിച്ചിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോയും AI ആകാനുള്ള സാധ്യത 30 to 40% എങ്കിലും ഏറ്റവും കുറഞ്ഞത് നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ലിപ്പ് മൂവ്മെന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചറിയാം. അദ്ദേഹം പറയുന്ന സമയത്തൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലത്ത് പ്രേക്ഷകരായിട്ടുള്ള നമ്മൾ തന്നെ നമ്മുടെ ഫോൺ എടുത്തിട്ട് ഒന്ന് സെൽഫി വീഡിയോ എടുക്കൂ. നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആരുടെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കൂ. സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കാരണം ഇന്ന് നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറകളുള്ള ഫോണുകളാണ്. നെതന്യാഹു എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പുറത്തു വരുന്ന സമയത്ത് അതിൽ ഇത്രയും ബ്ലർ ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല, ഇത്രയും അസ്വാഭാവികത തോന്നേണ്ട കാര്യമില്ല. മാന്യമായിട്ട് നല്ല ക്വാളിറ്റിയിൽ ഒരു വീഡിയോ, കട്ടിങ്ങും എഡിറ്റിങ്ങും ഷേവിങ്ങും ഒന്നും ഇല്ലാത്തൊരു വീഡിയോയും പ്രസിദ്ധീകരിക്കാം. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന വീഡിയോയും ദൗർഭാഗ്യവശാൽ വിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്നത് പോലെ അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലോ പ്രചാരണങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇസ്രായേൽ അതിൽ ഇത്രയും പ്രതിരോധത്തിലാവേണ്ട ഒരു സാഹചര്യവും ഇല്ല. പിന്നെ എന്തിനാണ് ഇവരിത് ചെയ്യുന്നത്? അപ്പോഴാണ് സ്വാഭാവികമായി തുടക്കത്തിൽ പറഞ്ഞ സംശയം. കുറെ ആളുകൾ പറയുന്നു അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാവാം. നിലവിൽ നമ്മുടെ മുമ്പിൽ അങ്ങനത്തെ ഒരു എവിഡൻസും ഇല്ല. അതുകൊണ്ട് ചുമ്മാ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയാനും പറ്റില്ല. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര കാലം ഇസ്രായേലിന് മൂടി വയ്ക്കാൻ പറ്റും? മാത്രമല്ല ഇസ്രായേലിലെ മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും ഒക്കെ വെട്ടിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത ഒരുപാട് കാലം മൂടി വയ്ക്കാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള സാധ്യത ഇപ്പോഴും വളരെ കുറവാണ്. പിന്നെ ഉള്ളൊരു സാധ്യത അദ്ദേഹത്തിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അത് കാരണം അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ട് പകരം അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, ആരോഗ്യവാനാണ് എന്ന ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളുടെയും സൈന്യത്തിന്റെയും ആ ഒരു ആത്മധൈര്യം ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും, നേതാവിന് എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആത്മധൈര്യം ചോർന്നു പോകുമോ എന്ന ഒരു ഭയം കൊണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തതാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാവാം. അതായത് ഇങ്ങനൊരു റൂമർ മനഃപൂർവ്വം നിലനിർത്തുന്നതാണെങ്കിലോ, ഇസ്രായേലാണേ ടീം, പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പ്രചരിപ്പിക്കാം. മനഃപൂർവ്വം തന്നെ ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകട്ടെ, ചർച്ച ഉണ്ടാകട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ
വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതാണെങ്കിലോ, എന്തെങ്കിലും ഒരു പ്ലാൻ ബി ഇതിന്റെ പുറകിലുണ്ടെങ്കിലോ? മാത്രമല്ല, പബ്ലിക് പ്ലേസുകളിൽ എന്തുകൊണ്ട് നെതന്യാഹു വരുന്നില്ല, യോഗങ്ങളിൽ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ഇറാന്റെ പരമോന്നത നേതാവിനെയും പ്രധാനപ്പെട്ട പലരെയും ഇതിനോടകം തന്നെ ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന എന്തെങ്കിലും ഒരു ഇന്റലിജൻസ് ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം തൽക്കാലം പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാകാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും സുരക്ഷിതമായി എവിടെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധാരണ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയാത്തതാകാം. മറ്റൊരു സാധ്യത, അതുകൊണ്ട് പകരം അദ്ദേഹത്തിന്റെ ഒരു ക്ലോണിനെ, അങ്ങനെയും ചില റൂമറുകളും അല്ലെങ്കിൽ കോൺസ്പെറസി തിയറീസും ഒക്കെ ഉണ്ട്, അദ്ദേഹത്തോട് രൂപസാദൃശ്യമുള്ള അദ്ദേഹത്തിന്റെ ഒരു ഡൂപ്പിനെ ഇറക്കിയിട്ടുള്ള ഒരു പരിപാടിയാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതായത് ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയറും ആകാം. ഇസ്രായേൽ മനഃപൂർവ്വം ഇത്തരം ഒരു വീഡിയോ പുറത്തുവിട്ടാണെന്ന് അതുകൊണ്ട് തന്നെ പലരും കരുതുന്നുണ്ട്, ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററിന്റെ ജീവന് ആപത്തുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം സുരക്ഷിതമായെടുത്തുണ്ടാവാം, പകരം അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ടാവാം. മറിച്ച് അദ്ദേഹത്തിനെ പ്രൊവോക്ക് ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം മരിച്ചു എന്നുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. ഇറാൻ അനുകൂല പേജുകൾ അങ്ങനെ ഒരു പ്രചാരണം നടത്തി അദ്ദേഹം നിർബന്ധിതനാകുകയാണ് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കി അദ്ദേഹത്തിനെ വധിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ നമുക്കറിയില്ലല്ലോ. യുദ്ധം അങ്ങനെയാണ്. ഖമനേയിയെ കൊന്നതുകൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇറാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നെതന്യാഹുവിന്റെ സുരക്ഷയെ കണക്കിലെടുത്തുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ. ഇനി AI വീഡിയോ ആണ് എന്നതിന് ഞാനൊരു 30-40% പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ഒരു 60% ഇത് ഒറിജിനൽ വീഡിയോ ആകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ഓൾറെഡി AI ആണ് എന്ന ഒരു ധാരണ പതിഞ്ഞതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നതുമാവാം. മനുഷ്യനാണ്, നമുക്ക് അങ്ങനെ തോന്നലുകളും ചിലപ്പോൾ സംഭവിക്കാം. പിന്നെ വീഡിയോ ക്വാളിറ്റിയിലുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു ഫേക്ക് വീഡിയോ ആണ് എന്ന് നമുക്ക് പറയാനും പറ്റില്ല. പൂർണ്ണമായിട്ടും 100% ഒരു ജെന്യുവൻ വീഡിയോ ആണെന്നും ഇന്നത്തെ AIയുടെ കാലത്ത് നമുക്കിത് പറയാൻ പറ്റില്ല. അതാണ് AI സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. കാരണം ഈ വീഡിയോയ്ക്കകത്ത് അൺയൂഷ്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് AI വീഡിയോസ് നിരന്തരം കാണുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ തിരോധാനം എന്ന നിലയ്ക്ക് ഇതിനോടകം വാർത്തകൾ പ്രചരിക്കുകയാണ്. പ്രധാനമായിട്ട് അദ്ദേഹം പൊതുപരിപാടികളിൽ എത്തുന്നില്ല, യോഗങ്ങളിൽ എത്തുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അവസാനിക്കാൻ സാധ്യതയില്ല. ഏതാനും ദിവസങ്ങളായിട്ട് നടന്ന പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അദ്ദേഹം വന്നിട്ടില്ല. സുരക്ഷാ അവലോകന യോഗങ്ങളിൽ അദ്ദേഹം വന്നിട്ടില്ല, നേരിട്ട് പങ്കെടുത്തിട്ടില്ല. പലപ്പോഴും പ്രതിരോധ മന്ത്രിയോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇത്രയും വലിയൊരു യുദ്ധം നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നതൊരു പ്രധാന ചോദ്യമാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു, ഇല്ലെങ്കിൽ അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം ബാധിതനായിട്ട് മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണങ്ങൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നിലനിൽക്കും. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലും ഇത് ചിലപ്പോൾ ബോധപൂർവം ചെയ്യാനുള്ള സാധ്യതയും തൽക്കാലം തള്ളിക്കളയാൻ പറ്റില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.